ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞിരിക്കുകയാണ്. വിന്നറിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിന്നറിനെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിതല ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടാവും. ടോപ്പ് 5 വന്ന ഓരോ കണ്ടസ്റ്റൻസും വിന്നർ ആവാനും സാധ്യതയുള്ള 100 ദിവസം തികച്ച പടയാളികൾ തന്നെയായിരുന്നു അല്ലെ. നമുക്ക് എല്ലാവർക്കും കുറച്ച് ഇഷ്ടമുള്ള ഒരാളുണ്ടാവില്ല. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അനീഷേട്ടനായിരുന്നു. അനീഷേട്ടനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹം നല്ലൊരു നോളജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു, നന്നായി എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു, എല്ലാത്തിനും ഉപരി ഒരു കോമണർ ആയിരുന്നു, പുറത്തധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിത്വം. ഇതിനുള്ളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയായിരിക്കും അലങ്കരിക്കുക, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അലങ്കരിക്കുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒട്ടും തന്നെ അദ്ദേഹം നിരാശപ്പെടുത്തിയില്ല. കാരണം 100 ദിവസം അതിൻ്റെ ഉള്ളിൽ തയ്ക്കുമ്പോൾ 25 കണ്ടസ്റ്റൻസിനോടും നീതി പുലർത്തി, ഒരാളെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹേർട്ട് ചെയ്യാതെ തൻ്റെതായ ഒരു ഗെയിം കളിച്ച് എല്ലാവരുടെയും പ്രകടനത്തിൽ നന്ദിയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ദ റിയൽ വിന്നർ ആയിരുന്നു അനീഷ് ചേട്ടൻ.